കുണ്ടറ റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചതിൽ 2 പേർ പിടിയിൽ. പെരുമ്പുഴ സ്വദേശി അരുൺ, കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത്. വിശദാംശങ്ങളുമായി ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? ഇവർ എന്തിനാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നാണ് പോലീസ് നിഗമനം? ജീന, കുണ്ടറ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നുള്ള വിവരം സിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പെരുമ്പുഴ സ്വദേശിയായിട്ടുള്ള അരുൺ, കുണ്ടറ സ്വദേശിയായിട്ടുള്ള രാജേഷ് എന്നിവരാണ് കുണ്ടറ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതായത് CCTV ദൃശ്യങ്ങൾ അവിടെ 2 പേർ പോസ്റ്റുമായി വരുന്ന CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു CCTV ദൃശ്യത്തിൽ ഈ പ്രതികളുടേതെന്ന് അതായത് ഇവരുടെ മുഖങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണെന്നുള്ളതാണ് സിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ CCTV ദൃശ്യങ്ങൾ ഇവരുടേതിന് സമാനമായതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ കസ്റ്റഡിയിൽ എടുത്തേക്കുന്നത് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ പിടിയിലായിട്ടുള്ള പെരുമ്പുഴ സ്വദേശിയായിട്ടുള്ള അരുൺ കുണ്ടറ SIയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തിനു വേണ്ടിയാണ് അത് ഇവര് തന്നെയാണ് അത് കൃത്യം ചെയ്തതെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. മാത്രമല്ല, ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു കാര്യം. ഒരു തവണ പോസ്റ്റ് എടുത്ത് മാറ്റിയതിനു ശേഷം വീണ്ടും റെയിൽവേ ട്രാക്കിൽ പോസ്റ്റ് കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോൾ അട്ടിമറി സാധ്യത ഉൾപ്പെടെ സംശയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ നാട്ടുകാരായ 2 പേർ തന്നെ പിടിയിലായിരിക്കുന്നു. ഇനി വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാവുക. ജീന. ശരി ലിജോ. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിൽ പോസ്റ്റ് വെച്ച കേസിൽ 2 പേർ പിടിയിലായിരിക്കുകയാണ്. പ്രദേശവാസികൾ തന്നെയാണ് പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ലിജോ റോളൻസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.